ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് SDPIയുടെ വോട്ട് ആർക്കാണ് എന്നുള്ളതാണ്. ഇപ്പോൾ SDPI ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ അതിന് കൃത്യമായി SDPIയുടെ വോട്ട് വേണ്ട എന്നൊരു വാചകം പറഞ്ഞില്ല, MA ബേബി പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. SDPIയുടെ വോട്ട് വേണോ LDFന്? അങ്ങനെ ഒരു ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളതല്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ജനങ്ങളുടെ വോട്ടവകാശം ഓരോ നേതാവിൻ്റെയും പോക്കറ്റിലാണെന്നാണ്, ഓരോ പാർട്ടിയുടെയും പോക്കറ്റിലാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിൻ്റെ LDFിൻ്റെ ലക്ഷ്യം ജനങ്ങളെ ഞങ്ങളെ പിന്നിൽ അണിനിരത്തുക എന്നുള്ളതാണ്. ആ ജനങ്ങളെ ഞങ്ങളെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളെ അടിത്തറ വിപുലീകരിക്കുക, ഇടതുപക്ഷ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളെല്ലാം സമാഹരിക്കും. അങ്ങനെ ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വോട്ടർമാരിൽ ഇല്ലാതാക്കിയെടുക്കുക, ഇടതുപക്ഷ അനുകൂല മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ്. അല്ല, RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാറുണ്ട്, അതുപോലെ SDPIയുടെ വോട്ട് വേണ്ട അങ്ങനെ പറയുന്നില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പല നിലപാട് സ്വീകരിക്കും. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് ഞങ്ങൾ VMS തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നു അത്. അതിന് നല്ല ഫലം കണ്ടു. അത് ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എല്ലാ പാർട്ടികളോടും എല്ലാവരോടും എല്ലാ കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന നയമാണ് എന്നുള്ളതാണ് തെറ്റായ ധാരണ. ആ ധാരണ തിരുത്തി പോകേണ്ടതാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തൊരു തുടർച്ചയായ ഗവൺമെൻറ് ഭരണം, അതുപോലെ 957 മുതൽ ഇന്ന് വരെയുള്ള കേരളത്തിൻ്റെ വളർച്ച, ഇന്ന് കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ആ നേട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സംഭാവന അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കേരള സമൂഹത്തെ 3.5 കോടി മലയാളികളുടെ ജന്മനാടായ കേരളം, ആ കേരള സമൂഹത്തെ അഭിവൃദ്ധിയിലേക്ക് ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ നയത്തിന് വോട്ട് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കും. 2 തവണ, ഇപ്പോൾ കഴിഞ്ഞ തവണ 2016-ലും 2021-ലും ഈ പറഞ്ഞ ശക്തികളുടെ ഒന്നും വോട്ട് ആവശ്യം വന്നില്ലല്ലോ ഈ പറഞ്ഞ കാര്യത്തിനൊന്നും. അപ്പോൾ ഇപ്പം എന്താ അതിലൊരു പ്രത്യേക സാഹചര്യം? ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേക സാഹചര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ തുടർച്ചയായി ഒരു ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തി. ആ നടപ്പിൽ വരുത്തിയ കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കാനോ ഇനിയും കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ജനങ്ങൾ ഞങ്ങളെ നല്ലതുപോലെ സഹായിച്ചു. 92 സീറ്റിൽ നിന്നും ഞങ്ങൾ 99-ലെത്തി. ആ 99-ൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇനിയും കേരളത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട്. അതിന് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു. ആ മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിലെ ജനങ്ങളോടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എല്ലാ വിഭാഗക്കാരും പെടും, അത് SDPIക്കാരായാലും ആരായാലും എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും. നിങ്ങൾ ഒരാളെ വോട്ട് ഓരോ വോട്ടിനും പ്രത്യേകത, ഒന്ന് വിഷമുള്ളത്, ഒന്ന് വിഷമില്ലാത്തത്, ഒന്ന് പുണ്യം, മറ്റൊന്ന് അങ്ങനെ ചിത്രീകരിക്കുന്നതിൻ്റെ തെറ്റാണ്. ഞങ്ങൾ കാണുന്നത് ബഹുജനങ്ങളെയാണ്. കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരുന്ന ജനങ്ങളോട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതൊരു നയം വെച്ചിട്ടാണ്. ഞങ്ങളിത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളോട് മാത്രമാണ്. കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളം കാണൂ. നമ്മളെ കടന്നു പോകുന്ന നോക്കൂ, നാഷണൽ ഹൈവേ 66. അല്ല, ബഹുജനങ്ങളോട് ചോദിക്കുന്ന പോലെയാണോ അത് തന്നെ? പാർട്ടിക്കും അത് ഞാൻ പറയാം, പാർട്ടിയുടെ പോക്കറ്റിലാണ് വോട്ട് എന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. ഇവിടെ ബഹുജനങ്ങളാണ് വോട്ടർമാർ. ആ ബഹുജനങ്ങൾക്കിടയിൽ പല സംഘടനകളും പാർട്ടികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാകും. ഞങ്ങൾ ബഹുജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥനയും ഞങ്ങളുടെ നിലപാടുകളും എല്ലാ പാർട്ടിക്കകത്തും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഈ SDPI ഒരു വർഗീയ പാർട്ടിയല്ലേ? അങ്ങനെ അല്ലാന്ന് അഭിപ്രായമുണ്ടോ CPMന്? ഞാൻ ചോദിക്കുന്നത് ഇവിടെ വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്നുള്ള രാഷ്ട്രീയ വിശകലനമല്ല ഞങ്ങളിപ്പോൾ നടത്തുന്നത്. ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം, ആ കേരളത്തിൻ്റെ അഭിവൃദ്ധിയാണ്, ആ കേരളത്തിൻ്റെ ഉയർച്ചയാണ്, ആ കേരള സമൂഹത്തിൻ്റെ ആകെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അഭിവൃദ്ധിയാണ്. അതിനെല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വിപുലീകരിക്കണം. ഇന്ന് ദേശീയ കേരള രംഗത്ത് ഇടതുപക്ഷമാണ് ശക്തിപ്പെടേണ്ടത്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ
രാജ്യം തകർച്ചയിലെത്തും. ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നവും അതാണ്. ഇപ്പോൾ യുദ്ധമല്ലേ? എന്താ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം? അമേരിക്കൻ ആധിപത്യം, അമേരിക്കൻ സാമ്രാജ്യത്വം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളെല്ലാം എത്ര ഉത്കണ്ഠയുണ്ട്, നമ്മുടെ കേരളക്കാർക്ക് എത്ര ഉത്കണ്ഠയുണ്ട്. എന്തുകൊണ്ടാണ് യുദ്ധം? ആ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ യുദ്ധം ഉണ്ടാകുമായിരുന്നോ? ആ സോവിയറ്റ് യൂണിയനെ തകർത്തു, ഇടതുപക്ഷം ദുർബലപ്പെട്ടു. അതിൻ്റെ മഹാവിപത്താണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ഇന്ത്യയിലെ പ്രശ്നം എന്താ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷം ശക്തമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും എതിരായി ശക്തമായി പോരാട്ടം നടത്താൻ, ജനങ്ങളെ ആകെ ഒന്നിച്ചണിനിരത്താൻ, എല്ലാ ഇടതുപക്ഷ മതേതര ശക്തികളെയും ഒന്നിപ്പിക്കാൻ, BJP വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാൻ ശക്തമായി ഇടപെടാൻ കഴിയുമായിരുന്നു. ഇടതുപക്ഷം ദുർബലപ്പെട്ടു പോയി. ആ ഇടതുപക്ഷം ദുർബലപ്പെടരുത്. കേരളത്തിൽ ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ കേരളത്തിന് ആകെ നാശമാണ്, കേരളത്തിന് നഷ്ടമാണ്, കേരള സമൂഹത്തിന് ആപത്താണ്. അത് ഇന്ത്യൻ സമൂഹത്തിന് പിന്നോട്ടടി ഉണ്ടാക്കും. അതുണ്ടാകരുത്. അതുകൊണ്ട് ജനങ്ങളെ, എല്ലാ പാർട്ടിയിലും മതത്തിലും വിശ്വാസത്തിലുമുള്ള ജാതിയിലും പെട്ട ജനങ്ങളെ, നിങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കൂ.